ഗ്രാമങ്ങളിലേക്ക് കടന്നു കഴിഞ്ഞാൽ ഇതുപോലത്തെ വൈക്കോൽ കൂനകളും കൃഷി സംബന്ധമായിട്ടുള്ള കാഴ്ചകളുമാണ് നമുക്ക് കൂടുതലായിട്ടും കാണാൻ സാധിക്കുക. മനോഹരമായിട്ടുള്ള ആ ഒരു കാഴ്ച നമുക്ക് കണ്ണിന് കുളിർമയേകും. പിന്നെ നമ്മളെ കുറേ പഴമയിലുള്ള കാഴ്ചകളിലേക്കൊക്കെ നമ്മുടെ നാട്ടിലെ കാഴ്ചകളിലേക്കൊക്കെ ഇങ്ങനെ കൊണ്ടുപോകും എന്നുള്ളതാണ്. ആ ഒരു വൈക്കോൽ കൂനകളെല്ലാം തന്നെ ദാർപ്പായിട്ടിട്ട് ഇങ്ങനെ മൂടി വെച്ചിട്ടുണ്ട്. ഇവിടെ മൊത്തത്തിൽ കൃഷിയാണ് എന്നുള്ളതിനെ സൂചിപ്പിക്കുന്ന ഒരു സംഭവമാണ് ഈ വൈക്കോൽ കൂന. ഇതുവരെ ഇങ്ങനെ കളക്ട് ചെയ്തിട്ട് ഇങ്ങനെ അട്ടി വെച്ച് പിന്നീട് ആവശ്യങ്ങൾക്കനുസരിച്ച് ഇവർ ഉപയോഗിക്കുന്നുണ്ട്. പക്ഷേ ഇത് ഉപയോഗം കുറവായതിനാൽ ഈ ഒരു കൂന ഇങ്ങനെ കൂടി പോവാണ്. കാരണം ഇവർ കൃഷിയിലേക്കാണ് കൂടുതലും ശ്രദ്ധിക്കുന്നത്. ഇവർ ക്ഷീരകർഷകരുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലേക്കൊന്നും കൂടുതൽ പോകുന്നില്ല എന്ന് തോന്നിപ്പോവും. ഉൽപ്പാദനത്തിനനുസരിച്ച് ഇവർ ഈ ഒരു സംഭവം ഉപയോഗിക്കുന്നില്ല എന്നും തോന്നിപ്പോവും. നമ്മുടെ നാട്ടിലാണെങ്കിൽ ഈ സാധനം കിട്ടാനില്ല. ക്ഷീരകർഷകരാണല്ലോ കൂടുതലും. ഇവിടങ്ങളിൽ ഫുള്ള് കൃഷിയിടങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലൊക്കെ ഇതിങ്ങനെ ലൈനായിട്ട് കണ്ണെത്താ ദൂരമൊക്കെ ഈ വൈക്കോൽ കൂനകൾ ഇങ്ങനെ നീട്ടി വെച്ചതൊക്കെ കണ്ടിട്ടുണ്ട്. അതാണെങ്കിൽ ഒരു കറുത്ത കളറൊക്കെ പിടിച്ചിട്ട് ഇങ്ങനെ കണ്ടിട്ടുണ്ട്. കുറേ കാലങ്ങൾ നമ്മൾ ചെറുപ്രായത്തിലൊക്കെ നമ്മുടെ നാട്ടിൻപുറങ്ങളിലൊക്കെ ഇങ്ങനെയുള്ള ചെറിയ കൂനകളൊക്കെ കാണാൻ സാധിക്കുമെങ്കിലും ഒരുപാട് വലിപ്പമുള്ള കൂനകളൊക്കെ ഞാൻ ഇവിടെ വന്നതിൻ്റെ ശേഷമാണ് കണ്ടത്. കണ്ണ് തള്ളിപ്പോയി അല്ലെങ്കിൽ നെട്ടിച്ച് കളഞ്ഞു എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാം. നമ്മൾ ഒരു ഗ്രാമപ്രദേശത്താണ്. ഈ ഒരു ഗ്രാമത്തിലൂടെ ബസ്സെല്ലാം പോകുന്ന റൂട്ടാണ് ഈ കാണുന്നത്. നെൽവയലുകളും കാര്യങ്ങളും തന്നെയാണ് ചുറ്റുപാടും കാണാൻ സാധിക്കുന്നത്. വെള്ള ലഭ്യത കൂടുതലുള്ള ഒരു ഏരിയ ആയിട്ടാണ് ഈ ഒരു ഏരിയയെ കാണാൻ സാധിച്ചത്. കാരണം പുഴകളുണ്ട്, ഇതുപോലെ വെള്ളക്കെട്ടുകൾ കാര്യങ്ങളൊക്കെ തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്.